അപ്പൊ ഇനി എന്താണ് ഡയറക്റ്റ് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരേ ഒരു എക്സാമ്പിളാ പറയാനുള്ളൂ അല്ലെ. നമുക്ക് എന്താണ് പറയേണ്ടത്? ഫസ്റ്റ് തന്നെ പറയേണ്ടത് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ആയിട്ട് കോപ്പി അടിച്ച പോലെ അലൻ സർ ഓക്കെ സെഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ദാ ഇങ്ങനെ അപ്പോസ്ട്രഫിയില് അപ്പുക്കുട്ടൻ ഇസ് ഓസം എന്ന് പറഞ്ഞു. അപ്പുക്കുട്ടൻ ഇസ് ഓസം. ഓക്കെ, ഞാൻ ഓസം എന്നൊന്നും എഴുതില്ല, ഓസം എന്ന് എഴുതി. ഓക്കെ, അപ്പുക്കുട്ടൻ ഇസ് ഓസം എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പേരൻസിനോട് പറയാണ്, അലൻ സർ എന്താണ് പറഞ്ഞത്? അലൻ സർ സെഡ് ദാറ്റ് അപ്പുക്കുട്ടൻ വാസ് ആയി പാസ്റ്റിലേക്കായി. പിന്നെന്താണ്? എന്താണ്? വാസ് ഓസം. അലൻ സർ സെഡ് ദാറ്റ് അപ്പുക്കുട്ടൻ വാസ് ഓസം. അല്ല ഞാൻ പറയാണ് ഐ എം ഓസം എന്ന് പറയണ, നിങ്ങൾ എന്താ പോയിട്ട് പാരന്റ്സിനോട് പറയാ അലൻ സർ സെഡ് ദാറ്റ് ഹി വാസ് ഓസം. പേഴ്സൺ മാറി, അങ്ങനെയാണ് വരിക. അതൊക്കെ മനസ്സിലാക്കുക. ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റ് ഉണ്ട്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് തന്നെയാണ്. ഓക്കെ, കമോൺ, നമുക്ക് എന്താണ് ദാ നോക്കുന്നു ഇതാണ്. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഐ ഓൾവേസ് ഡ്രിങ്ക് കോഫി എന്ന് ഒരാൾ പറയുന്നു. ഷീ സെഡ് ഐ ഓൾവേസ് ഡ്രിങ്ക് കോഫി ആ കുട്ടി പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ്? ഷീ സെഡ് ദാറ്റ് ഷീ ഓൾവേസ് ഡ്രിങ്ക് മാറ്റിയിട്ട് ഡ്രാങ്ക് കോഫി പാസ്റ്റിലേക്കായി. ഓക്കെ, റെഡി. അപ്പോഴെന്താ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം നമ്മൾ ഇന്നലെ നമ്മൾ എന്താ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ക്വസ്റ്റ്യൻസ്. ആൻസർ ഇൻ ചാറ്റ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ മാഗി ആൻഡ് മിസ്റ്റർ ഗുപ്ത in the price of flowers is given below. Report their conversation. Reported speech ആക്കണം. എങ്ങനെയാണ് ചെയ്യുക? അപ്പം ആദ്യം തന്നെ പറയുന്നത് എന്താ? മാഗി, ഫ്രാങ്ക് is buried at Fort Monroe near Dera Ghazi Khan. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ് വേണ്ടത്? ഫസ്റ്റ് കാര്യം, ഇതിൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എപ്പോഴും ഒരേ കറക്റ്റ് ആൻസർ അല്ല ഉണ്ടാവുക. ഒരു കറക്റ്റ് ആൻസർ മാത്രമല്ല ഉള്ളത്. ഓക്കെ, അത് ഓർക്കണം. നിങ്ങൾക്ക് ചെറുതായിട്ട് മാറ്റങ്ങൾ, ദാറ്റ് ഇല്ലെങ്കിലും ദിസ് ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ചെറുതായിട്ട് മാറ്റം വന്നാലും കുഴപ്പമില്ല. ഓക്കെ, റെഡി? യെസ്, മെന്റി ഇല്ല എന്നാണ് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇത്രയും ആൾക്കാരുള്ളപ്പോൾ മെന്റി സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് മാത്രമാണ് സോറി. പക്ഷെ നമുക്ക് എന്താ മാർക്ക് മേടിച്ച് പഠിക്കാം. എന്നിട്ട് എന്താ പേടിക്കേണ്ട, നമുക്ക് ഇനിയും കുറെ വർഷങ്ങളിലെ കളിക്കാൻ വേണ്ടിയിട്ട് കുറെ സമയമുണ്ട്. മെന്റി എപ്പോഴും എക്സാമിനറിൽ ഉണ്ടാവും. ഡോണ്ട് വറി. ഓക്കെ, അപ്പം എന്താണ് മാഗി ചോദിച്ചത്? മാഗി സെഡ് ദാറ്റ് ഫ്രാങ്ക് ഇസ് ബറീഡ് അല്ല, ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ഡേറ ഗാസി ഖാൻ പറഞ്ഞു. അതുകൊണ്ട് എന്താണ് മിസ്റ്റർ ഗുപ്ത പറയുന്നത്? when I go to that part of the country I shall visit your brother's grave and write to you. അപ്പോൾ മിസ്റ്റർ ഗുപ്ത replied that when I go അല്ല, when he goes നാക്ക. ഓക്കെ, ഇതെന്താ ഫ്യൂച്ചർ അല്ലേ? അപ്പൊ when he goes to that part of the country he shall visit her brother's grave. Okay, his alla her brother's grave and write to you alla write to her. Okay, pinenda Maggie asked if it will be troublesome for him you alla for him നമ്മൾ സാറിനോടാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? മിസ്റ്റർ ഗുപ്ത replied negatively or replied in the negative എന്ന് പറയാം. No, and added that Dera Ghazi Khan Isalla was not far from his place. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. Maggie said that Frank was buried at Fort Monroe പാസ്റ്റിലേക്കായിട്ടോ near Dera Ghazi Khan. Mr. Gupta replied that he would visit her brother's grave when he goes. Go മാറിയിട്ട് goes ആക്കി, ഫ്യൂച്ചർ മാറിയിട്ട് പ്രസന്റ് ആയില്ലേ? when he goes to that part of the country then write to her. Okay, Maggie asked Mr. Gupta whether it would be troublesome for him. Okay, ready? പിന്നെന്താണ്? Okay, പിന്നെന്താണ്? Mr. Gupta replied negatively and added replied negatively akka and added that Dera Ghazi Khan was not far from his place. Okay, ready അല്ലേ? സിമ്പിൾ ആയിട്ട് പാസ്റ്റ് ആക്കുക. നമ്മളെന്താ സെക്കൻഡും തേർഡ് പേഴ്സൺ ആക്കിയിട്ട് കറക്റ്റ് ഹിമ്മും ഹിസ്സും ഒക്കെ ആൻസർ പറയാം. ഓക്കെ, റെഡി അല്ലേ? ഇതിന്റെ PDF മൊത്തം ഞാൻ തരാം. ഓക്കെ, റെഡി അല്ലേ? ഞാൻ പറഞ്ഞല്ലോ ഒരേ ഒരു ആൻസർ അല്ല, ഇതിൽ ചിലപ്പം വില്ലാക്കാം, നിങ്ങൾക്ക് ഷാല് മാറ്റിയിട്ട് വുഡ് ആക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ആക്കാം. ചെറുതായിട്ട് മാറ്റിയാലും പ്രശ്നമില്ല. സെൻസ് ഉണ്ടാക്കണം, സെൻസിറ്റിവിറ്റി ഉണ്ടാക്കണം, സെൻസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കണം. പക്ഷെ എന്താ പാസ്റ്റ് ആക്കുക, നമ്മളെന്താ ഫസ്റ്റും സെക്കൻഡ് പേഴ്സണൊക്കെ മാറ്റിയിട്ട് ബാക്കിലേക്ക് അടിക്കുക. അത്ര ചെയ്താൽ തന്നെ മാർക്ക് കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അടുത്തത് കമോൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ച്.
Complete the following sentences to know how Gupta would recover the report is conversation with Maggie. ഇത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? ഇതിന്റെ കോൺവെർസേഷൻ ബാക്കി നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതണം. എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഇത് കൂടി കഴിഞ്ഞാൽ എന്താ, റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ മൊത്തം പേടി പോക്കണം. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ഒരാൾ പറയുന്നത് ഗോ മാറ്റിയിട്ട് വെന്റ് ആക്കണ്ടേന്ന്. ഇല്ലല്ല, ഗോ ഫ്യൂച്ചറിലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്താ, നമ്മൾ ഗോസ് നാക്കി, ഫ്യൂച്ചർ മാറ്റി പ്രസന്റ് ആക്കി. ഓക്കെ ഓക്കെ, വെൻ ഹി ഗോസ് നാക്കി. അപ്പോൾ എന്താ, ഗുപ്ത ചോദിച്ചു വാട്ട് ഇസ് ഇറ്റ് മാഗി. മാഗി പറഞ്ഞു come into the sitting room and I will tell you. അപ്പോൾ എന്താണ് മാഗി പറയുന്നത്, ഇവിടെ വരിക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ I asked മാഗി, എന്താണ് ചോദിച്ചത്? നമ്മൾ I asked മാഗി, മാഗിനോട് ഞാൻ എന്താ ചോദിച്ചത്, what was the problem, അല്ലെ what was bothering her. I asked മാഗി, ഞാൻ മാഗിനോട് ചോദിച്ചത് മാഗി എന്താണ് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം, I asked മാഗി what was bothering her or what was the problem എന്ന് ചോദിച്ചു. And Maggie replied that, എന്താണ് Maggie replied that എന്ന് പറഞ്ഞാൽ her mother was not feeling well. No, Maggie replied that എന്ന് പറഞ്ഞിട്ട് her mother wanted to know the state of her son. എന്താണെങ്കിലും കുഴപ്പമില്ല, റിപ്പോർട്ടഡ് ആക്കണം. ഓക്കെ, വെരി ഗുഡ്. ചാറ്റിൽ എല്ലാവരും ആൻസർ ഇടുക. ചാറ്റിൽ ഇങ്ങനെ ആൻസർ ഇട്ട അടിപൊളിയായിട്ട് തകർക്കുക. അതാണ് നിങ്ങളുടെ ചാറ്റിൽ കാണുമ്പോൾ എനിക്ക് കുറെ കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ആൻസർ എന്താണ്, I asked Maggie what it was. I asked Maggie what the problem was എന്ന് ചോദിക്കാം. എന്താണെങ്കിലും പാസ്റ്റ് സെൻസിലാക്കണം. What it is എന്നല്ല, what it was, what the problem was, what was bothering her എന്ത് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെന്താ, Maggie replied me to come into the sitting room and then she would tell me. Maggie asked me to look at the ഇത് എന്താണ് നമ്മുടെ crystal ring അല്ലേ. She asked me അല്ലേ, she replied to me എന്താണ്, asking whether I could look at it. Okay, മനസ്സിലായില്ലേ, what it was എല്ലാം past tenseലാക്കുക. ഓക്കെ, to come into the room ഇതെന്താണ്, ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് പ്രസന്റിലേക്ക് ആയത്. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സെൻസ് ഉണ്ടാക്കുക. ഷീയും ഹിയും ഒക്കെ ആവും, ഐയും യു ഒന്നും ഉണ്ടാവില്ല റിപ്പോർട്ടഡ് സെൻസിൽ. ഓക്കെ.